രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. സീഡനിലെ ബ്രിജിത്തെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. പെസഹായിൽ അപ്പസ്തോലന്മാരുടെ കാലുകൾ ഈശോ കഴുകി തൻ്റെ അമൂല്യമായ തിരുശരീരവും രക്തവും അവർക്ക് സ്നേഹപൂർവ്വം നൽകി ആശ്വസിപ്പിച്ചിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. വരാനിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് ഈശോ പ്രവചിച്ചുകൊണ്ട് അവരോട് പറയുക, എന്താണ് തൻ്റെ പീഡാസഹനത്തിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ക്രൂശിതനാകുന്നതിന് മുമ്പ് രക്തം വിയർത്ത് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമെന്ന് പറയുക. രക്തം വിയർത്ത് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു താൻ. അതുപോലെ ശിഷ്യൻ യൂദാസിനാലാണ് താൻ വഞ്ചിക്കപ്പെട്ടത്, ഒറ്റിക്കൊടുക്കപ്പെട്ടതെന്ന് പറയാം. സ്വന്തം ശിഷ്യനാൽ വഞ്ചിക്കപ്പെട്ടു. എന്നിട്ട് പറയുക, സ്വജനതയാൽ താൻ തിരഞ്ഞെടുത്തുയർത്തിയ ജനതയാൽ തന്നെയാണ് യേശു ബന്ധിക്കപ്പെട്ടത്. കള്ളസാക്ഷികളാൽ യേശു ആരോപിതനായി മാറി, കള്ളാരോപണങ്ങൾ നടത്തിയെന്ന് പറയുക. 3 ന്യായാധിപന്മാരാലാണ് അന്യായമായി യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടത് എന്ന് ഈശോ പറയുക. വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ട് പരിഹസിച്ചു എന്ന് പറയുകയാണ്. വസ്ത്രം ഉരിഞ്ഞെടുത്ത് പരിഹസിച്ചു. പരിഹാസ നിന്ദനങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ കുരിശുയാത്രയിൽ ആവരണം ചെയ്തു നിന്നു എന്ന് ഈശോ പറയുകയാണ്. സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയണം, യേശുവിന് നമ്മോടുള്ള സ്നേഹമതാ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്നതിന് കാരണമതാ. നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾക്ക് നമുക്കറിയാം, നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തുകൊണ്ടാണ് കുറ്റബോധമില്ലാതെ നമ്മൾ തിരിച്ചു പോകുന്നത്. മാരകഭാഗം ചെയ്തൊരു വ്യക്തി, കൊലപാതകം നടത്തിയ വ്യക്തി, അബോർഷൻ ചെയ്ത വ്യക്തി, അതുപോലെ ഏതെല്ലാം തിന്മകളിലൂടെ കടന്നു പോകാം അത്രമാത്രം രൂക്ഷമായ ഗൗരവമായ പാപങ്ങൾ ചെയ്തൊരു വ്യക്തി ഒരു വൈദികൻ്റെ അടുത്ത്, യേശുവിൻ്റെ പ്രതിപുരുഷനായ വൈദികൻ്റെ അടുത്ത് മുട്ടുകുത്തി ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് പാപം ഏറ്റുപറയുമ്പോൾ 5 സ്വർഗസ്നായിതാവേ, അല്ലെ 5 നന്മ നിറഞ്ഞുറമേ, 5 ത്രിത്വസ്തുതി ചൊല്ലിയാൽ അതിന് പരിഹാരമാകുമോ? ഇത് ചൊല്ലിയിട്ട് നമ്മൾ കുറ്റബോധമില്ലാതെ സന്തോഷിച്ച് നമ്മൾ കണ്ണുനീർ തൂകി സന്തോഷത്തോടെ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. യേശു ഇത്രമാത്രം സഹനങ്ങൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. യേശു തൻ്റെ സഹനത്തെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, കണ്ണുകളും മുഖവും എല്ലാം മൂടിക്കെട്ടി താൻ അടിക്കപ്പെട്ടു, മുൾമുടി അണിയിച്ചു, പരിഹാസ രാജാവാക്കി, അത്രമാത്രം പരിഹാസങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. കയ്യിൽ ഞാങ്ങണ പിടിപ്പിച്ചു, ആക്ഷേപ ശകാരങ്ങളാൽ മൂടപ്പെട്ടു, മറ്റനവധി ക്രൂരതകൾ നേരിടേണ്ടതായിട്ട് യേശുവിന് വന്നു എന്ന് പറയുകയാണ്. അനേകായിരം തവണ തുപ്പുകയും നിന്ദിക്കുകയും അടിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്തു. ഈശോ വീണ്ടും പറയുന്നുണ്ട്, തൻ്റെ പരിശുദ്ധ കരങ്ങളും കാൽപാദങ്ങളും വലിയ കൂർത്താണികളിൽ വീണ്ടും വീണ്ടും അടിച്ചു കയറ്റി എന്ന് പറയാം. എന്നിട്ട് വീണ്ടും പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ശരീരം കുരിശിൽ വലിച്ചു നീട്ടി എല്ലാ വശത്തേക്കും വലിച്ച് അവയവങ്ങളുടെ സ്ഥാനം തെറ്റിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ കൈയൊന്ന് ഉളുക്കിയാൽ, കാലൊന്ന് ഉളുക്കിയാൽ എത്രമാത്രം വേദന വരും. അപ്പോൾ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി വലിച്ച അവയവങ്ങൾ മാറ്റുമ്പോൾ അവയവങ്ങളുടെ സ്ഥാനം തെറ്റി അത്രമാത്രം ഈശോ വേദനിക്കപ്പെട്ടു. കഠോരമായ വേദനകൾ യേശു ഏറ്റെടുത്തു എന്ന് പറയുകയാണ്. കുരിശു ചുമപ്പിച്ചു. അടി മുതൽ മുടി വരെ ശരീരത്തിൽ ഒരിടം പോലും പീഡനമേൽക്കാതെ ഇല്ലായിരുന്നു എന്ന് ഈശോ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. എന്നിട്ട് ഈശോ പറയുക, ഒരു സാധാരണ കുറ്റവാളിയെപ്പോലെ നഗ്നനാക്കപ്പെട്ടു, കുരിശിൽ ക്രൂശിക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു എന്ന് പറയാം. ഒരു സാധാരണ കുറ്റവാളിക്ക് ചെയ്യുന്ന പോലെ. വീണ്ടും ഈശോ വേദനയോടെ പറഞ്ഞൊരു കാര്യം ഇതാണ്. അവസാനം ഈശോ പറയുന്ന ഒരു വേദനയോടെ പറയുന്ന കാര്യം, അമ്മയും യോഹന്നാനും ഒഴികെ എല്ലാ ബന്ധുമിത്രാദികളും ഉപേക്ഷിച്ചു പോയി. യേശുവിൻ്റെ അമ്മയും യോഹന്നാനും ഒഴികെ സകലരും
യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അവസരത്തിൽ കുരിശുചൂട്ടിലില്ലായിരുന്നു എന്ന് പറയുകയാണ്. സകലരും അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ. എത്രയോ അന്ധന്മാരുടെ കണ്ണു തുറന്നു, എത്രയോ മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടു, എത്രയോ രോഗികൾക്ക് സൗഖ്യം കിട്ടി. ഓശാന ഞായറാഴ്ച ജയ് വിളിച്ചവർ ദുഃഖ വെള്ളിയാഴ്ച കുരിശുചൂട്ടിൽ 2 പേരൊഴികെ സകലരും പോയി. യോഹന്നാനും അതുപോലെ തന്നെ പരിശുദ്ധ മറിയവും ഒഴിച്ച്. സ്നേഹമുള്ളൊരു യേശുവിൻ്റെ ആ ഒറ്റപ്പെടലിൻ്റെ ആഴങ്ങൾ നമ്മൾ തിരിച്ചറിയണം. യേശുവിൻ്റെ വേദനയുടെ ആഴം നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളൊരു യേശുവിൻ്റെ ഈ സഹനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ, കുരിശ് കാണുമ്പോൾ, കുരിശ് നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ, കുരിശിലൂടെ നമ്മൾ ആശീർവദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ഈ സഹനത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ ധ്യാനിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവിൻ്റെ കുരിശിന് ഭാരം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യേശുവിൻ്റെ കുരിശ് യാത്രയെക്കുറിച്ചെല്ലാം പഠിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: 150 കിലോ തൂക്കമുണ്ടായിരുന്ന കുരിശ്, 15 അടി നീളം, 8 അടി വീതിയിലുണ്ടായിരുന്ന കുരിശ് വന്നു. അതുപോലെ ആണികൾ 3/4 ഇഞ്ച് ആണി, 8 ഇഞ്ച് നീളമുള്ളത് ആണികളാണ് കയ്യിൽ തറച്ചത്. യേശുവിൻ്റെ നീളം എന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് 5 അടി 15 ഇഞ്ച് ഉണ്ടായിരുന്നു എന്നാണ് അവർ പഠിച്ചിട്ട് പറയും. 85 കിലോ തൂക്കം ഭാരമുണ്ടായിരുന്നു. യേശുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങൾ എന്നിട്ട് പറയുകയാണ്, യേശു 3 പ്രാവശ്യം ഭാരമേറെ കുരിശ് താങ്ങി കാഗുൽത്തായിലുള്ള വഴിയിൽ വളരെ മാരകമായ രീതിയിൽ യേശു വീണു എന്ന് പറയുകയാണ്. 17 മണിക്കൂറോളം യേശു ദാഹിച്ചു വലഞ്ഞു. 17 മണിക്കൂർ ജലപാനമില്ലായിരുന്നു. യേശുവിൻ്റെ പുറത്ത് മാത്രം 150-ലധികം ആഴമുണ്ടായിരുന്നു. 6.5 ലിറ്റർ രക്തം യേശു ചിന്തി എന്ന് പറയുകയാണ്. 28,430 ഡ്രോപ്സ്, 6.5 ലിറ്റർ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശു എന്ന് കേൾക്കുമ്പോൾ യേശുവിൻ്റെ ഈ കുരിശിൻ്റെ ആഴങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒരു വികാരമായി മാറണം. നമുക്കറിയാം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പേരിൽ യേശുവിനെ കളിയാക്കിക്കൊണ്ടുള്ള സിനിമകളും നാടകങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാത്തതിന് കാരണം എന്താ? നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല, യേശുവിൻ്റെ സഹനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടി അത്രമാത്രം സഹിച്ച ഒരു യേശുവാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇതെൻ്റെ വികാരമായി മാറും. എൻ്റെ യേശുവിനെ അപമാനിച്ചാൽ അതെനിക്ക് വേദനയ്ക്ക് കാരണമായി തീരും. ഇന്ന് നമുക്ക് വേദന തോന്നുന്നില്ല. യേശുവിനെ പ്രതിരോധിക്കേണ്ടവർ നമ്മളാണ്. യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ടവർ നമ്മളാണ് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം യേശുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCCയിൽ 455 പറയുന്നുണ്ട്, കർത്താവ് എന്ന അഭിധാനം ദൈവികമായ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. യേശുവിനെ കർത്താവായി വിളിച്ചപേക്ഷിക്കുകയോ ഏറ്റുപറയുകയോ ചെയ്യുന്നത് യേശുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നതാണ്. യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനം 4:12 അതുകൊണ്ടാണ് പറയുന്നത്, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഉയർത്തപ്പെട്ട നാമം യേശുവിൻ്റെ നാമമാണ്. ആകാശത്തിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഉയർത്തപ്പെട്ട ഏക നാമം യേശുനാമമാണ്. യേശു ഏകരക്ഷകനാകാനുള്ള കാരണം യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുന്നത്. ഹംഗറിയിലെ സിസ്റ്റർ നത്താലിയ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ നീ ദുഃഖത്തിലാണ് എങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ നീ എന്തിനെക്കുറിച്ചെങ്കിലും ആശയക്കുഴപ്പത്തിലാണ് എങ്കിൽ, നിൻ്റെ ഹൃദയം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ ക്ഷീണിച്ച് തളർന്ന് ശക്തിയാറ്റവനായി തീർന്നിട്ടുണ്ടെങ്കിൽ, നീ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പറയുക, യേശുവേ, യേശുവേ. നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ നീ രോഗിയായി രോഗക്കിടക്കയിൽ കിടക്കുന്നുണ്ടായെങ്കിൽ, നിൻ്റെ ജീവിത തകർച്ചകൾ മാത്രമെന്ന് ഒരുപക്ഷെ നിന്റെ നാവുകൾ ഏതെങ്കിലും പ്രത്യേകമായ രോഗത്തിനടിമായി അനക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ തളർന്നു കിടക്കുന്നുണ്ടായെങ്കിൽ, രോഗത്തിലൂടെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ നീ പറയുക, യേശുവേ, യേശുവേ എന്ന് നീ പറഞ്ഞാൽ മതി. യേശുവിൻ്റെ ഈ പേര് കേൾക്കുമ്പോൾ
നത്താലിയ ശിഷ്യരോട് ഈശോ വെളിപ്പെടുത്തി തരികയാണ്, എൻ്റെ ഈ നാമം ശ്രമിക്കുമ്പോൾ സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും എൻ്റെ വിമല മാതാവും എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് എന്നെ ആരാധിക്കും. അപ്പം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുകയാണ്. മാലാഖമാർ, വിശുദ്ധർ, പരിശുദ്ധി അമ്മ ഈ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കി സാഷ്ടാംഗം വീണ് ആരാധിക്കും. അപ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം പറയുക, നരകം കൊട്ടിയടയ്ക്കപ്പെടും. കാരണം നരകവും ദൈവത്തിൻ്റെ കീഴിലാണ്, അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സകലതും മുട്ടുമടക്കും. എൻ്റെ നാമത്തിന് മുമ്പിൽ സകലതും മുട്ടുമടക്കും. അതല്ലേ എഫേസുകാർക്ക് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 14 മുതലുള്ള വചനത്തിൽ പറയുന്നില്ലേ, സ്വർഗത്തിലും ഭൂമിയിലും സകല നാമത്തിനും കാരണഭൂതനായ ദൈവത്തിന് മുമ്പിൽ സകലരും മുട്ടുമടക്കുമെന്ന് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ടാണ് യേശുനാമത്തിന് ശക്തിയതാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ യേശു ഏറ്റെടുത്ത ഈ സഹനങ്ങളാണ് യേശുനാമത്തിന് ശക്തി നൽകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഫിലിപ്പി 2:20 അതുകൊണ്ട് വചനം പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കും. ഫിലിപ്പി 2:20 പറയുക, യേശുനാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്ന വചനം നമുക്കറിയാമല്ലോ, സുപരിചിതമായ വചനമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ രക്ഷയുടെ ഭവനങ്ങളായി മാറുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കണം. രക്ഷകനായ യേശുവിൻ്റെ നാമത്തിന് നീ ഇന്ന് സമർപ്പിക്കുമ്പോൾ, യേശുനാമത്തിൻ്റെ ആ വിശുദ്ധ നാമത്തിന് മഹത്വം നൽകുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാകും. അതുകൊണ്ടല്ലേ സങ്കീർത്തനം 105:3 പറയുന്നത്, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളുവിൻ. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. യുവജന മതബോധന ഗ്രന്ഥം 75-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യൂത്തിന് വേണ്ടി ബെനഡിക്ട് 16 പാപ്പ ഇറക്കിയ ഒരു പുസ്തകമാണ് യൂക്കാറ്റ്. 530ഓളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന അതിൽ ചോദിക്കുന്നുണ്ട്, യേശുവിനെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കർത്താവ് എന്ന് വിളിക്കുന്നത്? യേശുവിനെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കർത്താവ് എന്ന് വിളിക്കുന്നത്? മാർപ്പാപ്പ അതിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ലിഖിതത്തിൽ ഈശോ പറയുക, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവ് എന്ന് വിളിക്കുന്നതും ശരി തന്നെ, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. യേശു പറഞ്ഞ വചനം എടുത്തു വെച്ചിട്ട് ഈശോ പറയുക, എന്നിട്ട് ആ വചനം വെച്ചിട്ട് മാർപ്പാപ്പ പറയുക, നിങ്ങൾ എന്നെ ഗുരു എന്ന് വിളിക്കുന്നു, കർത്താവ് എന്ന് വിളിക്കുന്നു, ശരി തന്നെ. എന്നിട്ട് മാർപ്പാപ്പ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുക, ആദിമ ക്രിസ്ത്യാനികൾ യേശുവിനെ വളരെ തീർച്ചയോടെ കർത്താവ് എന്ന് വിളിച്ചിരുന്നു. കാരണം യേശുവിനെ പ്രകൃതിയുടെ മേലും പിശാചുക്കളുടെ മേലും പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ദൈവികമായ അധികാരമുണ്ട് എന്ന് യേശു തൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളിലൂടെ പ്രകടിപ്പിച്ചു. യേശുവിന് ദൈവികമായ അധികാരമുണ്ട്. പിശാചുകളുടെ മേൽ, പ്രകൃതിയുടെ മേൽ, പാപത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് പല അത്ഭുതങ്ങളിലൂടെ യേശു തൻ്റെ ജീവിതകാലത്ത് പ്രകടിപ്പിച്ചതുകൊണ്ട് ആദിമ ക്രിസ്ത്യാനികൾ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനേകം സംഭവങ്ങളിൽ അനേകം തവണ പ്രാർത്ഥിച്ചപ്പോൾ യേശു ഇടപെട്ടുവെങ്കിൽ നമ്മൾ വിശ്വസിക്കണം, യേശു കർത്താവാണ്. അതുകൊണ്ട് യുവജന മതബോധന ഗ്രന്ഥത്തിൽ യൂക്കാറ്റിൽ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, യേശു കർത്താവായതുകൊണ്ട് മറ്റൊരു ശക്തിക്ക് മുമ്പിലും നിങ്ങൾ മുട്ടുമടക്കരുത്. നിന്റെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ യേശുവിനെ വിട്ട് മറ്റൊരു ശക്തികൾക്ക് മുമ്പിലും നീ മുട്ടുമടക്കരുത്. ഇന്ന് ക്രിസ്ത്യാനികൾ ഒരു പ്രശ്നം വന്നു, പ്രതിസന്ധി വന്നു, കുറച്ച് പ്രാർത്ഥിച്ചു, കുറച്ച് എവിടെയെങ്കിലും പോയി, പള്ളിയിൽ പോയി, അത് കഴിയുമ്പോൾ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ യേശുവിനെ വിടും, മറ്റ് ശക്തികൾ മുമ്പിൽ കടന്നു പോകും. തലകുനിക്കുന്നവരുണ്ട്, അന്യദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നവരുണ്ട്. ഞാനൊരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി, അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും. ഒരു 11:30 സമയത്ത് എൻ്റെ പള്ളി ഒരു കുന്നുംപുറത്താണ്. അവിടുന്ന് ഒരു 500 മീറ്റർ താഴെ കുറച്ച് കടകളുള്ള ഒരു ചെറിയ ഗ്രാമം, ഒരു കടകളുള്ള ഒരു പട്ടണം എന്നൊക്കെ പറയാം. അതുപോലെ വലിയ പട്ടണമൊന്നുമല്ല, ഞങ്ങളൊക്കെ പട്ടണം എന്ന് പറയും, സിറ്റി. 5-6 കടകളൊക്കെ ഉണ്ട്.
ഒരു കള്ള് ഷാപ്പും ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അവിടെയുള്ളൊരു സ്ഥലമാണ്. അവിടെ എൻ്റെ ഇടവയിൽപ്പെട്ട ഒരു ചേട്ടന് 2-3 ഷട്ടർ മുറികളുണ്ട്. അയാളൊരു കച്ചവടം നടത്തുന്നുണ്ട്. ഞാൻ അതിൽ പോകുമ്പോൾ ഇടയ്ക്ക് ആ കടയിൽ കയറി വർത്തമാനം പറഞ്ഞിരിക്കാറുണ്ട്. അതിൻ്റെ അടുത്ത ഷട്ടർ എന്ന് പറയുന്നത് ഒരു ജോൽസിൻ്റെയാണ്. ജോൽസിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ വന്ന് അയാൾ അവിടെ ഇരിക്കാറുണ്ട്. എനിക്ക് കണ്ടുപരിചയമുണ്ട്. 11:30 സമയത്ത് കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ വാതിൽ അടുത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ജോത്സ്യൻ പള്ളിമുറി വന്ന് മണി അടിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ ചേട്ടാ കയറി വാന്ന് പറഞ്ഞു, ഇരിക്കാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാര്യത്തിന് വന്നാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടൻ കയറി വന്നു, അവിടെ ഇരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പേരൊക്കെ ചോദിച്ചു. കണ്ടുപരിചയം ഉണ്ടെങ്കിലും പേര് ചോദിച്ചിട്ടൊന്നുമില്ല, പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ എന്തിനാ വന്നതെന്നിങ്ങനെ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു കുർബാന ചെല്ലണം, ഒരു കുർബാന അർപ്പിക്കണം എന്ന് പറയാണ്. ഒരു കുർബാന ചെല്ലണം. ജോത്സ്യൻ കുർബാനയ്ക്ക് പണം തരാൻ വന്നാലും മേടിക്കാതിരിക്കാൻ പറ്റുമോ? ജോത്സ്യനാണെങ്കിലും അദ്ദേഹത്തിന് വിശ്വാസമുള്ളതല്ലേ വരുന്നത്. ഇദ്ദേഹം കുർബാന ചെല്ലാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്തു തന്നു. അപ്പം ഞാൻ അന്ന് 50 രൂപ സ്റ്റൈഫൻ്റെ ഉള്ളൂ. 450 രൂപ എടുത്ത് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, മുഴുവൻ അച്ഛനെടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുർബാനയ്ക്ക് സ്റ്റൈഫൻ്റെ 50 രൂപയേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, അതല്ല അച്ഛൻ മുഴുവൻ എടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 10 കുർബാന അർപ്പിക്കാം. അവർ 10 വേണ്ട, അച്ഛൻ ഒറ്റ കുർബാന മതി, 500 എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു കൊടുത്തു. പുള്ളി അത് മേടിച്ചിട്ട് എൻ്റെ മേശപ്പുറത്ത് മാസികയുടെ ഇടയിലേക്ക് തിരികെ കയറ്റി വെച്ചു. ഒറ്റ കുർബാന മതി, 500 എടുത്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു റെസീറ്റ് എഴുതി തരണം എന്ന് പറഞ്ഞു. ഒരു റെസീറ്റ് എഴുതി തരണം. ഞാൻ പറഞ്ഞു, ഇവിടെ കുർബാനയ്ക്ക് സ്റ്റൈഫൻ്റെ ഏൽപ്പിക്കുമ്പോൾ റെസീറ്റ് കൊടുക്കുന്ന പരിപാടി ഞങ്ങളുടെ രൂപതയിലില്ല. അത് ഞങ്ങൾ കൃത്യമായിട്ടും ഒരു ബുക്കിൽ എഴുതി അത് അരമനെ കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനൊരു ബുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല അച്ഛാ, എനിക്കൊരു റെസീറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റെസീറ്റ് ഇല്ല, അതുകൊണ്ട് റെസീറ്റ് തരാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, പള്ളിയുടെ ഡൊണേഷനൊക്കെ തന്നാൽ മാത്രം കൊടുക്കുന്ന റെസീറ്റേ ഉള്ളൂ, പള്ളിക്ക് റെസീറ്റ് ഉണ്ട്, ഇതിന് റെസീറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരു കാര്യം ചെയ്യുക, റെസീറ്റ് ഇല്ലെന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യുക, അച്ഛനൊരു ലെറ്റർ പാഡിൽ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. ലെറ്റർ പാഡിൽ ഇത് കൈപ്പറ്റിയെന്നൊന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലെറ്റർ പാഡ് എഴുതി തന്ന് ഒന്ന് സീലും വെച്ച് തരാമെന്ന് ചോദിച്ചു. അത് വലിയ കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ടു. എന്നിട്ട് ഞാനിങ്ങനെ എഴുതി, റിസീവ്ഡ് വിത്ത് താങ്ക്സ് ഫ്രം. എന്നിട്ട് പേര് പറയാൻ പറഞ്ഞു, ചേട്ടൻ്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഒരു ചേടത്തിയുടെ പേര് പറഞ്ഞു. ചേടത്തിയുടെ പേര്, വീട്ടുപേര്, സ്ഥലമെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പണ്ട് ഞാൻ വികാരിയായിട്ടിരുന്ന ഒരു സ്റ്റേഷൻ പള്ളിയുടെ ഒരു ഇടവക്കാരത്തിയുടെ പേര്. പണ്ട് ഞാൻ സ്റ്റേഷൻ ഒരു വികാരിയായിട്ട് 2-3 പള്ളികളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റേഷൻ പള്ളിയുടെ ഇടവകയിൽപ്പെട്ട ഒരു ചേർത്തിയുടെ പേര് പറയുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചേർത്തിയുടെ പേരൊക്കെ എഴുതി അങ്ങനെ ഞാൻ കൊടുത്തു. മാ സ്റ്റൈഫന് കിട്ടി 500 രൂപ. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ അവിടെയുള്ളപ്പോൾ തന്നെ ആ ചേച്ചി ഒരു വിധവയായിരുന്നു. 3-4 മക്കളുണ്ട്, ജോലിയുണ്ട്, ഗവൺമെൻറ് സർവീസ് ജോലിയുണ്ട്. പള്ളിയിലൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ചെറിയ പിള്ളേരായിരുന്നു. പിന്നീട് ഞാനവിടുന്ന് മാറി നാളുകൾ കഴിഞ്ഞു. എന്തായാലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ജോൽസിൻ്റെ അടുത്ത് വരണമെങ്കിൽ ഈ ചേട്ടത്തിക്ക് 4 ബസ് കയറിയിട്ട് വേണം വരാൻ. 4 ബസ് കയറി ഈ ജോൽസിൻ്റെ അടുത്ത് വന്നേക്കാണ്. ജോൽസിനറിയാം എവിടുന്നാണ് രക്ഷയെന്ന് ജോൽസിനറിയാം. അതുകൊണ്ട് ജോൽസിൻ എന്ത് ചെയ്തു, 500 രൂപ മേടിച്ചു, എനിക്ക് കൊണ്ടുതന്നു, കുർബാന അർപ്പിച്ചു. നമ്മുടെ കത്തോലിക്ക സ്ത്രീക്ക് മാമോദീസ വെള്ളം തലയെത്തി വീണ ഈ സ്ത്രീക്ക് അറിയത്തില്ല. ഒന്ന് പള്ളിയിൽ വന്ന് കുർബാന അർപ്പിച്ച് ആ പ്രശ്നങ്ങൾ പറഞ്ഞ് കർത്താവിനൊരു ബലി അർപ്പിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് സോൾവായി കിട്ടുമെന്നുള്ള കാര്യം ആർക്കറിയത്തില്ല? കത്തോലിക്ക ചേർത്തിക്കറിയത്തില്ല, ജോൽസിനറിയാം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം. ഇന്ന് മാമോദീസ വെള്ളം തലേ വീണ ക്രിസ്ത്യാനികൾ ജോൽസിൻ്റെ പുറകെ, അതുപോലെ തന്നെ കൂടോത്രം, കൈവശം, അങ്ങനെ വേണ്ട എല്ലാത്തിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെന്നൊന്നും പറയരുത്, അനേകം വ്യക്തികൾ പൊയ്ക്കൊണ്ടിരിക്കുക. യേശു ഏകരക്ഷകനെന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസി
അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടാൻ യേശുവിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. കത്തോലിക്കാ സഭയുടെ യൂക്കാറ്റിൽ യുവജന മതബോധന ഗ്രന്ഥത്തിൽ 75 പറയുക, യേശു കർത്താവായതുകൊണ്ട് മറ്റൊരു ശക്തിക്ക് മുമ്പിലും നിങ്ങൾ മുട്ടുമടക്കരുത്. വെണ്ടിക്ക് പാപ്പ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്, അനേക ശക്തികളെ മുമ്പിൽ മുട്ടുകുത്തുന്നത് കൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്, ഇഷ്ടം പോലെ രക്ഷകരെ ലഭിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആളുകൾ യേശുവിനോട് നേരിട്ട് പറയാതെ മറ്റുള്ളവരോടും, ചിലർ ആധുനിക ഇന്ദ്രജാലക്കാരോടും പറയുന്നു. അവരാകട്ടെ അവയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. എന്താണ് ഇനി ചെയ്യേണ്ടതെന്നറിയാൻ ആളുകൾ ഭാഗ്യച്ചീട്ടെടുക്കുന്നവരെ സമീപിക്കുന്നു. എന്നാൽ അവിടെ നിന്നൊന്നും രക്ഷയില്ല. രക്ഷ യേശുവിൻ്റെ നാമത്തിൽ മാത്രമാണുള്ളത്. യേശു മാത്രമാണ് ഏകരക്ഷകൻ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയണം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കൈവരുന്ന രക്ഷ നമ്മൾ തിരിച്ചറിയണം. കൊരിന്തോസുകാർക്ക് 1-ാം ലേഖനത്തിൽ 1:4 മുതലുള്ള വചനങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്ന വചനത്തിലും വിജ്ഞാനത്തിലും അവിടെ നമ്മെ സമ്പന്നരാക്കും. യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിവിൽ ജ്ഞാനത്തിൽ വളരുമ്പോൾ വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കും. രണ്ടാമത്തെ കാര്യം, ആത്മീയ ദാനങ്ങളുടെ സമൃദ്ധി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ആത്മീയമായ ദാനങ്ങളുടെ സമൃദ്ധി. 3, കുറ്റമറ്റവരായി ജീവിക്കാൻ നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ 4, യേശു ക്രിസ്തുവിൻ്റെ നിരന്തരമായ സഹവാസം നിൻ്റെ ജീവിതത്തിലുണ്ടാകും. 5-ാമത്തെ കാര്യം, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് യേശു നമ്മെ വിമോചിപ്പിക്കും. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നവരായിട്ട് മാറും. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുന്നവരായിട്ട് മാറും. 7-ാമത്തെ കാര്യം, രക്ഷയും പാപമോചനവും യേശു തരും.